കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. 3ാം തവണയാണ് ഗാന്ധി കുടുംബത്തിന് ഈ പദവി ലഭിക്കുന്നത്. ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവാണ് സോണിയാഗാന്ധി. 1999 ഒക്ടോബർ 13 മുതൽ 2004 ഫെബ്രുവരി 6 വരെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. അതിനു മുമ്പ് രാജീവ് ഗാന്ധി 1989 ഡിസംബർ 18 മുതൽ 1990 ഡിസംബർ 24 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. 10 വർഷത്തിനു ശേഷമാണ് കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തെത്തുന്നത്. കാരണം 2014-ലും 2013-ലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കാൻ മതിയായ എംപിമാരില്ലായിരുന്നു. ചട്ടമനുസരിച്ച് പ്രതിപക്ഷ സ്ഥാനം വഹിക്കുന്നതിന് ഒരു പാർട്ടിക്ക് മൊത്തം എംപിമാരുടെ 10% ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് 99 എംപിമാരുള്ള കോൺഗ്രസിന് ഇത്തവണ പ്രതിപക്ഷ സ്ഥാനം ലഭിച്ചത്. പ്രതിപക്ഷ നേതാവിന് എന്തൊക്കെ അധികാരങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതോടെ CBI ഡയറക്ടർ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷൻ, ലോകായുക്ത, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഭാഗമാകും. കൂടാതെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുമ്പോൾ ഈ നിയമനങ്ങളിലെല്ലാം പ്രധാനമന്ത്രി മോദിക്കൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ തസ്തികയിൽ രാഹുൽ ഗാന്ധി ഇരിക്കും. അതുകൊണ്ട് നിയമനങ്ങളിൽ പ്രധാനമന്ത്രി മോദിക്ക് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സമ്മതം വാങ്ങേണ്ടി വരും. ഇതുകൂടാതെ സാമ്പത്തിക തീരുമാനങ്ങൾ പരിശോധിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിയും. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം സർക്കാരിന്റെ സാമ്പത്തിക തീരുമാനങ്ങൾ തുടർച്ചയായി അവലോകനം ചെയ്യാനും സർക്കാർ തീരുമാനങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും സാധിക്കും. കൂടാതെ സർക്കാരിന്റെ എല്ലാ ചെലവുകളും പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനായി രാഹുൽ ഗാന്ധി മാറും. അവ അവലോകനം ചെയ്ത ശേഷം അദ്ദേഹത്തിന് അഭിപ്രായം രേഖപ്പെടുത്താനാകും. ഇനി എന്തൊക്കെ സൗകര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നതെന്ന് നോക്കാം. 1977 നിയമമനുസരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങളും സൗകര്യങ്ങളും ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ്. ഇനി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് മന്ത്രിയെപ്പോലെ സർക്കാർ സെക്രട്ടേറിയറ്റിൽ ഓഫീസ് ലഭിക്കും. ക്യാബിനറ്റ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ റാങ്ക് അനുസരിച്ച് ഉയർന്ന സുരക്ഷ ലഭിക്കും. കൂടാതെ പ്രതിമാസ ശമ്പളവും മറ്റ് അലവൻസുകളുമായി 3,30,000 രൂപ ലഭിക്കും. ഇത് ഒരു എംപിയുടെ ശമ്പളത്തേക്കാൾ വളരെ കൂടുതലാണ്. ശമ്പളവും മറ്റ് അലവൻസുകളും ഉൾപ്പെടെ ഏകദേശം 2.25 ലക്ഷം രൂപയാണ് ഒരു എംപിക്ക് എല്ലാ മാസവും ലഭിക്കുന്നത്. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ലഭിക്കുന്ന സർക്കാർ ബംഗ്ലാവും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. കൂടാതെ സൗജന്യ വിമാനയാത്ര, റെയിൽ യാത്ര, സർക്കാർ വാഹനങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവയും ലഭ്യമാകും. ഏറ്റവും വലിയ കാര്യം രാഹുൽ ഗാന്ധി പ്രധാന കമ്മിറ്റികളിൽ പ്രതിപക്ഷ നേതാവാകും എന്നതാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി അവലോകനം ചെയ്യാനുള്ള അവകാശവും ഉണ്ടായിരിക്കുകയും ചെയ്യും.